ഒരു 11 വർഷം മുമ്പുള്ള ഒരു ചെറിയൊരു സ്റ്റോറി ആട്ടോ ഇപ്പൊ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് സ്കൂൾ ലെവലിൽ, ജില്ലാ ലെവലില് സ്പോർട്സിന് ഫസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ലെവലിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് എന്നെ കൂടാതെ സാർ എന്നെ ബാറ്റ് ടച്ച് ചെയ്ത് അങ്ങനെ ഉറങ്ങായിരുന്നു. പിന്നെയും എനിക്കൊരു ഡൗട്ട്, സാർ ബാറ്റ് ടച്ച് തന്നെയാണ് ചെയ്തത്, സാർ ഉറക്കത്തിന് ചെയ്താണ് എനിക്ക് തോന്നലായിരുന്നു. പിന്നെ സാർ അത് ചെയ്തു. അപ്പൊ ഞാൻ റിയാക്ട് ചെയ്തിട്ടൊന്നുമില്ല സാർ, കാരണം റിയാക്ട് ചെയ്യാനുള്ള ബോധം വിവരം എനിക്ക് ഉണ്ടായിരുന്നില്ല. സ്കൂളിലെത്തി ടീച്ചറോട് ഞാനത് പറഞ്ഞ് സാർ എന്നെ ഇങ്ങനെ ബാറ്റ് ടച്ച് ചെയ്തു. അപ്പൊ ആ ടീച്ചർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇതാരോടും പറയരുത്, കാരണം ഇനി പറഞ്ഞെങ്കിൽ നിന്റെ വീട്ടിൽ നിന്നെ സ്പോർട്സിന് അയക്കൂല എന്നാണ് ആ ടീച്ചർ എന്നോട് പറഞ്ഞത്. അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കഴിഞ്ഞ ഒരു കോളേജ് ട്രിപ്പ് കൊണ്ടുപോയ സമയത്ത്. അതിലൊരു കുട്ടിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പോ അതൊരു സീനാകുന്ന സമയത്ത് ടീച്ചേഴ്സ് എന്നോട് പറയാണ്, നിങ്ങൾ ഇത് ഇടപെടണ്ട, ഞങ്ങൾ ഇത് സീനാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്കിത് ബുദ്ധിമുട്ടാണ്. ആ കുട്ടിക്ക് പരാതി ഉണ്ടായിരിക്കും, ആ ടീച്ചേഴ്സ് ആ പരാതി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ആ ടീച്ചേഴ്സ് അങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടീച്ചേഴ്സിന് മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ സ്റ്റുഡൻസോട് പറയാനുള്ളത്, ഇതുപോലത്തെ ഒരു പേപ്പർ സ്പ്രേ ഇത് ഓൺലൈനിലൊക്കെ കിട്ടും. പിന്നെ ഇതുപോലൊരു പേപ്പർ സ്പ്രേ അടിച്ചാൽ പിന്നെ അവിടെ നിൽക്കരുത്. പിന്നെ ബാഡ് ടച്ചും ഗുഡ് ടച്ചും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ആണെങ്കിൽ പറഞ്ഞതാണ്, ഗുഡ് ടച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഷെയ്ക്കാൻഡ് മാത്രമാണ്. അത് ചില സമയങ്ങളിൽ മാത്രമാണ് ഷെയ്ക്കാൻഡ് ഗുഡ് ടച്ച് പോകുന്നത്. അത് ബാഡ് ടച്ചിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്.